Good morning, friends. It's me, Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Very happy, successful, positive day we are wishing to you all. ഇന്ന് ആക്ച്വലി ഞാനിപ്പം കന്യാകുമാരിക്ക് പോകേണ്ട ആളാണ്. ഞങ്ങൾ ടീമായിട്ട് പോവുമായിരുന്നു. എല്ലാ ബുക്കിംഗ് ക്രമീകരിച്ചു. ഇന്നലെ 4 മണി വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ മഴ, തിരുവനന്തപുരത്ത് മഴ. അപ്പോൾ നമ്മൾ നാഷണൽ കാലാവസ്ഥ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പം 2-3 ദിവസം ഒന്ന് മാറ്റി വെക്കുന്ന നല്ലത് തോന്നി. അതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു. ക്ലൈമറ്റ് ഒന്ന് പഠിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പോവും. എനിക്ക് വലിയ ഒരുക്കങ്ങളാണ് ഞങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ സാരമില്ല. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് അവിടെ വിവേകാനന്ദ പാറയിലൊക്കെ പോയി വരേണ്ടതല്ലേ. അപ്പോൾ അവിടെ കാറ്റും കോളും ഒക്കെ ആണെങ്കിൽ പ്രയാസമാകും. ഞങ്ങളുടെ ബുക്കിംഗ് ഹോട്ടലും അത് തന്നെ പറഞ്ഞു, മാറ്റി വെച്ചോളൂ, ബുക്കിംഗ് ക്യാൻസൽ ചെയ്യേണ്ട, പോസ്റ്റ്പോൺ ചെയ്താൽ മതി, അപ്പം പൈസ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ഞാനും ഓർത്തു. ബസ്സുകാരും അത് തന്നെ പറഞ്ഞു. അവർക്ക് കാര്യം നഷ്ടമുണ്ട്, സാരമില്ല, പോസ്റ്റ്പോൺ ചെയ്തോളാൻ പറയാം. അവർക്ക് കൂടുതൽ ബസ്സുള്ളതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, എനിഹൗ ഞങ്ങളുടെ യാത്ര അങ്ങനെ ഒരു ടെമ്പററി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് നമ്മുടെ സ്ഥിരം ലൊക്കേഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ ഇടയായത്, അല്ലെങ്കിൽ കഴിഞ്ഞത്. തീർച്ചയായിട്ടും കന്യാകുമാരി ചെന്നിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അത് അടുത്ത ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശാസ്ത്രം വളർന്നതുകൊണ്ടാണ്. സാറിന് നമ്മളിവിടുന്ന് ഇറങ്ങി തിരുവനന്തപുരം ചെല്ലുമ്പം മഴ, കന്യാകുമാരി ചെല്ലുമ്പോൾ മഴ, യാത്ര ഫ്ലോപ്പായി പോവുക. ഇതല്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് ശാസ്ത്ര സത്യങ്ങൾ വിളിച്ചോതി, ഹലോ മിസ്റ്റർ, ഇന്ന് നീ പുറപ്പെടണ്ട. അല്ലെ, ഹോട്ടലുകാർക്ക് തോന്നി ഇന്ന് അവർ വന്നാൽ ശരിയാകില്ല, ബസ്സുകാർക്കും തോന്നി ഇന്ന് നമ്മൾ പോയാൽ ഗുണപ്രദമാകില്ല. അപ്പോൾ അത്രയും ശാസ്ത്രം വളർന്നു. ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ എല്ലാം പെട്ടെന്ന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റി. ഓക്കെ, അപ്പം അതാണ് ഞാൻ എപ്പോഴും പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച. പിന്നെ നമ്മുടെ പരസ്പര സ്നേഹത്തിൻ്റെ ഒരു കണ്ണി, ഇതെല്ലാം ഉണ്ടോ ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ നെൽപ്പാടങ്ങൾ? ഈ നെൽപ്പാടങ്ങൾ തരുന്ന പോസിറ്റീവ് വൈബ്, ഇവിടെ നിന്ന് കിട്ടുന്ന ഫ്രഷ് എയർ, എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ മസിലിൻ്റെ അയവ്, പിന്നെ നമ്മുടെ പ്രഷർ കൺട്രോളിങ്, ഷുഗർ കൺട്രോളിങ്, ഇതെല്ലാം കൊണ്ട് നമുക്കിങ്ങനെ ഹെൽത്തി ആയിട്ട് സംസാരിക്കാനും ഹെൽത്തി ആയിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് സംസാരിക്കാനും കഴിയുന്നത്. തീർച്ചയായിട്ടും ഓർത്തുകൊള്ളുക, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പം നിങ്ങളിൽ നിന്ന് ഒട്ടനവധി അസുഖങ്ങൾ ഓടിയാവുന്നു പോകും. ഏറ്റവും ആദ്യം ഓടിയാവുന്നു പോകുന്ന അസുഖം കുശുമ്പ് പറയുന്ന അസുഖം. കുശുമ്പ്, കുന്നായ്മ, ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കഥ. മറ്റൊരാൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്ന നുണ വളരെ ഞാൻ കണ്ടു എന്നുള്ള നിലയിൽ പറയാൻ നമുക്ക് ഭയങ്കര അനിതര സാധാരണമായ കഴിവ്. അതൊക്കെ ചെയ്യുമ്പോഴാണ് മുതുവേദന, എളിവേദന, കാലുവേദന, തലവേദന, പല്ലുവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കേണ്ടി വരിക. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ വിട്ടൊഴിയുക. എനിക്ക് എത്ര ഫീഡായിട്ടുണ്ട്? 1 2 3 4 5 6 7 കണ്ടോ, 7 പേരാ. ഇങ്ങനെയൊക്കെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഞാൻ എത്ര സ്വച്ഛമായിട്ടാണ് ഇങ്ങനെ നടന്നു പോവുക, നിങ്ങളുമൊക്കെ ആയിട്ട് സംവദിച്ചുകൊണ്ട്. മനസ്സിലൊന്നുമില്ല, ഉണ്ട് സ്നേഹം മാത്രം. അപ്പം അതുപോലെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ഭാരിച്ച ബാധ്യത നമുക്കുണ്ട്. നമുക്കത് കെട്ടിപ്പടുക്കണം. അങ്ങനെ ഈ സമൂഹത്തിൽ ഞാനും ജീവിച്ചിരുന്നു എന്ന് നമ്മുടെ മക്കളും കൊച്ചുമക്കളും അയൽക്കാരും നമ്മുടെ ബന്ധുക്കളും എല്ലാം പറയുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാം, അല്ലേ? ഓൾ ദ ബെസ്റ്റ്. പിന്നെ എന്താണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല, മഴ വരുന്നു, കാറ്റ് വരുന്നു, എല്ലാം ശരിയാണ്. ഓക്കെ, ഇവിടെ ആർക്കെങ്കിലും ഒരു ചാഞ്ചാട്ടമുണ്ടോ?
എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു സുസ്ഥിരമായ ഗവൺമെൻറ് മെഷീനറി ഉണ്ട്. എന്തു വന്നാലും അതിനെ നേരിടാനുള്ള കരളുറപ്പും സാമ്പത്തികവുമുണ്ട്. നമ്മളെ സുസജ്ജമായി പരിപാലിക്കുക എന്നുള്ള ധൈര്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ആർക്കും ഒരു ടെൻഷനുമില്ല, ടെൻഷൻ്റെ ആവശ്യവുമില്ല. അതാണ് ഒരു ഗവൺമെൻറ്റിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോവുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഇലക്ഷൻ. അത് ഏറ്റവും കൗതുകരമായൊരു കാര്യം എന്താണെന്നറിയാം, 50% സീറ്റ് വനിതകൾക്കായി റിസർവ് ചെയ്തിരിക്കുക. ഗുഡ് മോർണിംഗ്. കൂട്ടായ്മക്കാരെ എല്ലാം എൻ്റെ ടി വിയിലൊന്ന് കാണിക്കട്ടെ. ഹായ് പറഞ്ഞു. ഇതിപ്പോൾ ലോകം മുഴുവൻ പോവും, അമേരിക്കയൊക്കെ ഇരുന്ന് വിളിക്കും. അല്ല, അപ്പം എൻ്റെ എന്നും കാണുന്ന ഫ്രണ്ട്സാണ്. അവരവരുടെ കൃഷി കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കർഷകരാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകും. അപ്പം എടുത്തൊരു സുദൃഢമായ തീരുമാനം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഭയിൽ പങ്കെടുത്തുകൊണ്ട്, സഭ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയാം, ഈ സോണിയാഗാന്ധിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, എന്തു പറ്റി? അപ്പം 50% സംവരണം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ സീറ്റില്ല, പുരുഷന്മാർക്ക് മത്സരിക്കാൻ സീറ്റില്ല, അവൻ്റെ വാർഡ് വലുതേ. ഞാൻ ഇവിടെ ചെയ്ത തനിക്ക് സീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. കേവലം വിദ്യാസമ്പന്നനായിട്ട് കേവലം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മാത്രം സ്നേഹിച്ചാൽ മതി, ശുശ്രൂഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് കരുതിയിരുന്നൊരു വിഭാഗം ജനങ്ങൾ അവർ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് വരികയും മുൻപന്തിയിലേക്ക് വരികയും അധികാരങ്ങൾ ഏറ്റെടുക്കുകയും എൻ്റെ മക്കളെ പോലെ, എൻ്റെ ഭർത്താവിനെ പോലെ തന്നെ, എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ സേവിക്കപ്പെടാൻ അർഹതപ്പെട്ട ഒരു ജനത ഇവിടെ ഉണ്ടെന്നും അവർക്ക് വേണ്ടി ഞാനും സേവനം ചെയ്യണം എന്ന ഒരു വെളിവാക്കലല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ 50% വന്നത്. അത് സോണിയാഗാന്ധിയാണ് ചെയ്തതെങ്കിൽ സോണിയാഗാന്ധി, മറ്റ് ഗവൺമെൻറ് ആര് ചെയ്താലും അത് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നോക്കിയാൽ സാറ് പറഞ്ഞത് ശരിയാണ്, നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്ക് മത്സരിക്കാൻ സീറ്റ്, അതാ പുള്ളിയുടെ പരിധി. ഒരു കാര്യമുണ്ട്, 50% സീറ്റ് സെലക്ഷൻ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണങ്ങളിൽ മാത്രം പോരാ, അസംബ്ലിയിലും പാർലമെൻറ്റിലും വേണം എന്നാണ് നമ്മുടെ ചാനലിന് പറയാനുള്ളത്. എൻ്റെ നിയമമൊക്കെ പാസ്സായി കിടക്കുകയെന്ന് തോന്നുന്നു. ലോകസഭയെ പാസ്സായിട്ട്, രാജ്യസഭ പാസ്സായി, ലോകസഭ പാസ്സാക്കി, രാജ്യസഭ നടപ്പാക്കിയാൽ മതിയല്ലോ അല്ലേ? അത് നടപ്പാക്കണം തീർച്ചയായിട്ടും. ഇന്നത്തെ ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് സ്ത്രീയെന്നോ പുരുഷനോ എന്ന വ്യത്യാസം ആ ലിംഗഭേദത്തിലല്ലാതെ മറ്റൊന്ന്. സ്ത്രീ ആയാലുള്ള ഗുണം എന്ന് വെച്ചാൽ അവൾ ഈ നാടിൻ്റെ അമ്മയായി മാറുന്നു എന്നുള്ള വലിയ മഹത്തായ ഒരു കാര്യം കൂടെ ഉണ്ട് അവൾക്ക്. പുരുഷനതില്ല, ശരിയാണ്. പക്ഷേ കായശേഷിയിലും മറ്റ് വിനിയോഗ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് പുരുഷന്മാർക്ക് അതിൻ്റെതായ മെച്ചമുണ്ട് താനും. എന്തായാലും സ്ത്രീകളെ കൈപിടിച്ച് പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും 50% കൊണ്ടുവരണം. അതാണ് ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് അനുകൂലമായത് എന്നാണ് ഈ ചാനലിന് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ ഒരു കേവലം ഇലക്ഷനല്ല, വളരെ ശ്രദ്ധിച്ച് എന്നെയും എൻ്റെ സമൂഹത്തെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ ജാതിക്കാരനോ എൻ്റെ മതക്കാരനോ ഞാൻ വിളിച്ചാൽ ഏത് പാദയാത്രയ്ക്കും ഒരു അടിയുണ്ടാക്കാൻ വരുന്നത് അങ്ങനെയല്ല. എന്നേക്കും എൻ്റെ നാടിനും പ്രയോജനപ്പെടുന്നവനായിരിക്കണം. കഴിവതും വിദ്യാഭ്യാസം, വിവരവും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ ഉള്ള ആളായിരിക്കണം എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുക. നമുക്ക് ഈ വിദേശത്തൊക്കെ ഒരു കാര്യമുണ്ട്, അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മത്സരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. ഇവിടെ പലർക്കും സോഴ്സ് ഓഫ് ഇൻകം കാണിക്കുന്നില്ല. അതായത് ഒരു ജോലി, ഒരു വരുമാനം അല്ലെ ബിസിനസ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതല്ലാതെ രാഷ്ട്രീയം തൊഴിലായി ഈ മെമ്പർ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് അതുകൊണ്ട് ജീവിക്കാം എന്നനുവദിക്കുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ടർമാരെങ്കിലും ശ്രദ്ധിക്കണം. ഇവൻ എന്തെങ്കിലും മൂല്യവർദ്ധിത പ്രവൃത്തി ചെയ്യുന്നവനാണോ എന്നുകൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ അവൾ കുടുംബിനികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് ചെയ്തോളും. അതുകൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇപ്പം പല രാജ്യത്തും പ്രസിഡൻറ്റുമാർ അവരുടെ പ്രസിഡൻറ്റ് പണി കഴിഞ്ഞ് ഫാക്ടറികളിലും ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നതായിട്ട് കാണാം. സൈറ്റ് സെർച്ച് ചെയ്താൽ മതി.
ഒരു രാജ്യത്തെ പ്രസിഡൻറ്റ് സൈക്കിളിൽ ജോലിക്ക് പോകുന്നത് ഒരിക്കലും വലിയ വാർത്തയായിട്ട് വന്നിട്ട്. അപ്പോൾ പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ പഞ്ചായത്ത് മെമ്പറോ ഒക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നതല്ലേ അന്തസ്സ്. അല്ലാതെ പ്രസിഡൻ്റൊക്കെ ആയി കഴിയുമ്പം അലവൻസ് കിട്ടും ജീവിക്കാൻ കേട്ടോ, അതുണ്ട്. അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയാം. എല്ലാവരും കൂടെ ഇങ്ങനെ നാട്ടുകാരെ എങ്ങനെ സ്നേഹിച്ച് പട്ടിണി കിടക്കണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എനിഹോ നമ്മൾ കാലം മാറി, എല്ലാം മാറി. ഇനിയിപ്പം ഇതൊരു തൊഴിലായിട്ട് നടക്കുന്നവരെ നമുക്ക് ആവശ്യമില്ല, മറിച്ച് സേവനമായി കരുതുന്നവരെയാണ് നമുക്ക് ആവശ്യം എന്നാണ് ഞാൻ വിവക്ഷിച്ചത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു, ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. എന്ത് തന്നെയായാലും നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.